ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ നമ്മുടെ മാമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം 60% മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക്, ഒരു 70% താഴെയുള്ള കുട്ടികൾ ആവാം, അവർക്കൊക്കെ ഈ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഇനി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലോ MBBS ഡോക്ടർ ആവാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മിസ്സിൻ്റെ അഭിപ്രായം എന്താണ്? നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ +2 മാർക്സ് ഇപ്പോൾ CBSE സിലബസ് ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും ഒക്കെ തന്നെ ഒരു 90 എബവ് അല്ലെങ്കിൽ 95 എബവ് ഒക്കെയാണ് നല്ല മാർക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികളുടെ ഒരു പഠന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് NCERT ടെക്സ്റ്റ് നല്ലോണം പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയാൽ ഉറപ്പായിട്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലും നന്നായിട്ട് ചെയ്തിട്ടില്ല. പല കാരണങ്ങളുണ്ടാവും കേട്ടോ, കുട്ടികളെ കുറ്റം പറയുന്നതല്ല, പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അത്രയും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ 60 to 70% ഒക്കെ ഉള്ളൂ എന്നുണ്ട് എങ്കിൽ +1 +2 NCERT അത്രത്തോളം ക്ലിയർ അല്ല, തറോ അല്ല എന്ന് തന്നെയാണ് അർത്ഥം. പ്രൊവൈഡഡ് ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, എക്സാം ടൈമിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസ് അങ്ങനെ വേറെ എന്തെല്ലാം വരാം, അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +1 +2 പോർഷൻസ് ക്ലിയർ അല്ല എന്ന്. അത് എക്സാം എത്ര ടഫായിരുന്നാലും എത്ര സിമ്പിളായിരുന്നാലും ഒക്കെ തന്നെ മിനിമം നമുക്കൊരു 88%, 89% ആ ഒരു റേഞ്ചിലെങ്കിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഇപ്പോഴത്തേക്ക് ബോർഡ് എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കേരള ബോർഡ് എക്സാം ആണെങ്കിൽ പോലും ആ രീതിയിൽ അവർ എക്സാമിനേഷൻ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു 90 അടുപ്പിച്ച് അല്ലെങ്കിൽ 90 എബവ് ഒക്കെ മേടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഒരു 60% ഒക്കെ എന്ന് പറയുമ്പോൾ ഒട്ടും ബേസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ അത്യധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് വളരെ റെയറസ്റ്റ് കേസുകളെ അങ്ങനെയൊക്കെ എക്സാമ്പിളായിട്ട് പറയാനും ഉള്ളൂ. ഇപ്പോൾ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കുറവാണ് എന്നിട്ടും, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് ആദ്യം ഫെയിലായി പിന്നെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തു, പഠിച്ച് കയറി എന്നൊക്കെ പറയുന്ന എത്ര കുട്ടികളുണ്ട്? അങ്ങനെയൊക്കെ റെയറസ്റ്റ് കേസുകളൊക്കെ നമുക്ക് ശരിക്കും എണ്ണ ഇട്ട് നമുക്ക് കുട്ടികളുടെ പേര് പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മൾ ശരിക്കും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അങ്ങനെയുള്ള കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ JEE നീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുക. അവസാനം ഒരു വർഷം കൈവിട്ട് പോയിട്ട് പിന്നെ അത് പ്രശ്നമായി, അല്ലെങ്കിൽ സ്ഥാപനത്തിനെ കുറ്റം പറയുന്നു, ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നു, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് അതിലുപരി ഒരു കുട്ടി സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം +1 +2 NCERT കവർ ചെയ്തിട്ടുണ്ട്. ഈ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുറേ കാണാതെ പഠിച്ചാലും പോരാല്ലോ. കാണാതെ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഇപ്പോഴത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിങ്ങിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കൊറോണ കാലഘട്ടമൊക്കെ ആയിരുന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ NCERT സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒക്കെ കാണാതെ പഠിച്ചൊക്കെ വെച്ചിട്ട് NCERTയിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് റാങ്ക് സ്കോർ ചെയ്യായിരുന്നു. പക്ഷേ 2025 ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി അനുസരിച്ച് അതൊന്നും നടക്കുന്ന കാര്യമല്ല. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഭൂരിഭാഗം ആളുകൾ കോച്ചിങ് സെൻ്ററുകൾ തന്നെ എടുത്തു പറയാം എന്ന് പറയുന്നത് സ്കോളർഷിപ്പും എല്ലാം കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്നത്. 25 ലക്ഷം കുട്ടികൾ എക്സാം എഴുതി അതിൽ ശരാശരിയേക്കാൾ കൂടുതലായിട്ട് ഫുൾ മാർക്കുകളും ഫുൾ A+ ഉള്ള കുട്ടികളും കോമ്പറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് അവർക്ക് MBBS കിട്ടുന്നില്ല? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 88% മിനിമം ഉണ്ടെങ്കിലാണ് നോക്കേണ്ടത്. പക്ഷേ അത് കിട്ടിയ എല്ലാവർക്കും നീറ്റ് JEE കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ പെർസെൻറ്റ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ +2 അത്രയും മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളിൽ കുറച്ച് കുട്ടികൾക്ക് തന്നെയാണ് ശരിക്കും നീറ്റ് JEE ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നത്. പെർസെൻറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ബോർഡ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനും അതുപോലെ നീറ്റിൻ്റെ പ്രിപ്പറേഷനും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതെ, JEE ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലോണം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ബയോളജി ടീച്ചറാണ്, അപ്പോൾ അതുകൊണ്ട് ബയോളജിയുടെ കാര്യമാണ് എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. ബയോളജി പോലും നമ്മൾ പണ്ടത്തെ പോലെയൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ച് എഴുതുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ +1 തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും നീറ്റ് ആസ്പയറൻ്റ് ആണെങ്കിൽ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പോലും നമ്മൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. വെറുതെ NCERTയിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് അതിൻ്റെ മലയാളം മീനിങ് പറഞ്ഞു പോയി അങ്ങനെയൊന്നും ഇപ്പോൾ ബോർഡ് എക്സാം പോലും അങ്ങനെയൊന്നും നമുക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അതായത് നമ്മളതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക.
ഇപ്പോൾ ബയോളജിയുടെ കേസ് പിന്നെ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മറന്നു പോവില്ല. ഇപ്പം മെമ്മറൈസ് ചെയ്യുകയാണ് ബുദ്ധിമുട്ട് എന്നാണ് കുട്ടികളുടെ പരാതി മെയിനായിട്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത് മറന്നു പോകത്തില്ല. ബയോളജി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി പ്ലസ് എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ബയോളജിയിൽ പിന്നെ ഒത്തിരി ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി. അപ്പോൾ ബോർഡ് എക്സാമിന് അത്രത്തോളം വേണ്ട, അത്രത്തോളം ഒന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. പക്ഷേ ഈ പറയുന്ന പോലെ ചാപ്റ്റേഴ്സ് തമ്മിലുള്ള കണക്ഷനും ലിങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ച് മതി. പക്ഷെ നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം മുന്നിട്ട് കണ്ട് അത്രയും അത് +1 പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം. നമ്മുടെ കോച്ചിങ്ങും ട്രെയിനിങ്ങും ലേണിങ്ങും എല്ലാം അങ്ങനെ ആയിരിക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 60% കാര്യങ്ങളും സംസാരിച്ചു, നമ്മൾ ടോപ്പേഴ്സിൻ്റെ കാര്യം സംസാരിച്ചു. ഇനി ചോദിക്കാനുള്ളത് ഈ രണ്ടും അല്ലാണ്ട് ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ്ങിലൂടെ മികച്ച ടോപ്പേഴ്സായി വരുന്നുണ്ട്. ഇന്ന് നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കുട്ടികളും വരുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലൂടെ. ഇപ്പോൾ നമ്മുടെ ആൽഫ ജീനിയസ് സ്കൂളൊക്കെ മാതിരി അതും സെലക്റ്റീവായ സ്കൂളിൽ തന്നെ റിസൾട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികൾ ഇത്തിരി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ശരിയല്ലേ? അതെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ തന്നെയാണ് ഒരു മെഡിക്കൽ ആസ്പെറൻറ്റിനും JEE ആസ്പെറൻറ്റിൻ്റെയും ശരി എന്ന് പറയുന്ന ഒരു കാര്യം. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു വർഷം മാറ്റി വെച്ച് നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാം, അങ്ങനെ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. 2 വർഷത്തെ ടോപ്പിക്സാണ് നമ്മളൊരു എന്താ പറയുക 8 to 10 months കൊണ്ട് നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യേണ്ടത്. അപ്പോൾ സ്കൂളിൽ നിന്ന് നന്നായിട്ട് കാര്യങ്ങൾ കിട്ടാതെ പോയിട്ട് റിപ്പീറ്റ് ചെയ്താലും റിപ്പീറ്റേഴ്സിൻ്റെ ഇടയിൽ പിന്തള്ളപ്പെട്ടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒന്നും എന്തായിരുന്നാലും ഫസ്റ്റ് ചാൻസ് കിട്ടില്ല. അതൊരു സ്ഥാപനത്തിൽ കിട്ടുകയില്ല. അപ്പോൾ പക്ഷെ അവർക്ക് കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഒന്നൊന്നും അറിയാതെ പോയി റിപ്പീറ്റ് ചെയ്താൻ ചെന്ന് കയറുമ്പോഴത്തേക്കും ഈ കുട്ടികളുടെ ഇടയിൽ ഇവർ ബാക്കിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ചാൻസിൽ കയറി പോവുക. നമ്മളിവിടുത്തെ ടീച്ചേഴ്സും എല്ലാം അതിന് തന്നെയാണ് കഠിനപ്രയത്നം ചെയ്യുന്നത്. കുട്ടികളുടെ കൂടെ നിന്ന് പഠിപ്പിക്കുകയും അവരുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ആൽഫ ജീനിയസ് കേരളത്തിലെ മറ്റ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ വ്യത്യാസമാവുകയും ചെയ്യുന്നത് അവരുടെ കൂടെ നിന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റിപ്പീറ്റ് ചെയ്യാണ് എങ്കിൽ പോലും അത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലൂടെ വന്ന കുട്ടികളായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പല ഒരു സപ്പോർട്ട് കിട്ടാതെ ഒക്കെ കുട്ടിക്ക് ബോർഡ് എക്സാം കടക്കേണ്ടി വന്നു, കുറേ കാണാതെ പഠിച്ച് കുട്ടി ബോർഡ് എക്സാമിന് മാർക്ക് മേടിച്ചു, പക്ഷെ നല്ലൊരു സപ്പോർട്ടോട് കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഒരു സ്ഥാപനത്തിൽ വന്നു എങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. വ്യത്യസ്തമാവുന്നത് പഠിക്കുന്ന രീതി ആയിക്കോട്ടെ, പഠിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ, ഇതിനെല്ലാം ഹെഡ് ചെയ്യുന്ന നമ്മുടെ റോജർ സാർ ആയിക്കോട്ടെ, നമ്മുടെ ഹോണറബിൾ ചെയർമാൻ ആയിക്കോട്ടെ, നമ്മളിവിടെ കൃത്യമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ അധ്യാപനം ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കൊടുക്കുന്നത്. ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓരോ കുട്ടിയും നമ്മളിവിടെ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായി മാറുക ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നെഗറ്റീവ് എന്തെന്ന് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓരോ എക്സാം കഴിയുമ്പോഴേക്കും നമ്മളുടെ ആൽഫ ടീം നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറഞ്ഞൊരു കാര്യം, അതായത് ഓരോ കുട്ടിയുടെയും നെഗറ്റീവ് എന്താണ്, നെഗറ്റീവ് ഇൻ ദ സെൻസ് അവരുടെ ആ ഒരു അക്കാഡമിക്സിന്റെ അതാണ്. അപ്പം അത് നമ്മൾ ക്ലിയർ ആക്കി അവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ച് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ റാങ്കിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യം ഇവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആൽഫ ജീനിയസിൻ്റെ GTSC എക്സാം എഴുതി പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു എന്താ പറയുക ഡോക്ടർ ആവണം, നല്ലൊരു IITians ആവണം എന്ന് ആഗ്രഹിക്കുന്നൊരു തീർച്ചയായും കടന്നു വരേണ്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ആൽഫ ജീനിയസ്. കാരണം നമ്മൾ പരസ്യമല്ല പറയുന്നത്, നിങ്ങളോട് യാഥാർത്ഥ്യമാണ് പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെ പഠിച്ചാലാണ് ഒരു നല്ലൊരു ഡോക്ടർ ആവുക അല്ലെങ്കിൽ നല്ലൊരു IITനായി മാറുക, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ആൽഫ ജീനിയസ് ടീം 100% നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും GTSC എക്സാം എഴുതുക, നമ്മുടെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, സംസാരിക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിൻ്റെ ഭാഗമാകുക. ആൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.